ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. കുക്കിങ്ങും സ്കൂൾ ഷോപ്പിങ്ങും മകൻ്റെ സ്കൂളിൽ പോണതും എല്ലാം കൂടി ചേർന്ന് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, വരൂ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ. കുറേ നാളായി ഞാൻ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കിയിട്ട്. കാരണം ഞാൻ മെൻ്റലി ഒരു ട്രോമയിൽ നിന്ന് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓവർകം ചെയ്തിട്ടില്ല. നമ്മൾ മനസ്സ് വിചാരിക്കുന്നത് ശരീരം നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ വേഗം എനിക്ക് പണികളൊക്കെ തീർത്തിട്ട് വേണം സ്കൂളിൽ പോകണം. എല്ലായിടും വെയിൽമഴ വന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ മാത്രം മഴയില്ല, ഒന്നുമില്ല. നല്ല ചൂടാണ്, നല്ല വെയിലും നല്ല ചൂടുമാണ് ഇവിടെ. ഈ സമയപ്പോഴേക്കും മകൻ എണീറ്റ് വന്നു. അവൻ ബ്രഷ് ചെയ്ത് കുളിച്ച് വരുമ്പോഴേക്കും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. ചപ്പാത്തീൻ്റെ ഒരുവിധം ഞാൻ പണിയൊക്കെ തീർത്തു. പിന്നെ ഇനി മുട്ടക്കറി ഞാൻ ഓൾറെഡി റെഡിയാക്കിയായിരുന്നു. പിന്നെ മുട്ട വേവിച്ച് അതിനോട്ടിലിട്ടാൽ മതിയായി. മകന് കഴിക്കാൻ കൊടുത്താൽ പിന്നെ വേഗം ചോറും കറിയും വെക്കുക എന്നുള്ളൊരു ടാസ്ക്കേ ഉള്ളൂ. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേഗം കറി വെക്കാം. ഇന്നലെ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മത്തിയും ചൂരയും അയിലയും. അപ്പോൾ അതിൽ മത്തി ഞാൻ വറുക്കാൻ എടുത്ത് വെച്ചു. ചൂര കറി വെക്കാനും അയിലയും കുഞ്ഞൊരു ചൂര കഷ്ണം ഞാൻ എടുത്ത് വെച്ചു. നാളെ മറ്റന്നാൾ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. മസാലയൊക്കെ അപ്പം തന്നെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മീൻ വറുക്കാനുള്ളത്. അപ്പോൾ വേഗം മീൻ വറുത്ത് വെച്ചു. അടുത്ത പിന്നെ ചാറിന് ഇത്തിരി മോര് കാച്ചാൻ ഉണ്ടായിരുന്നു, തൈരുണ്ടായിരുന്നു. അപ്പോൾ വേഗം അധികം മോരും കാച്ചിയാൽ വേഗം പണികളൊക്കെ തീർത്ത് വരികയാണ്. കാരണം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോകാനുള്ളത്. പിന്നെ ചൂര ഞാൻ മുളകിട്ടാണ് മീൻ കറി വെക്കണത്, കുടംപുളി ഇട്ടിട്ട്. ഇതെല്ലാം നേരെയാക്കി നന്നാക്കി വെച്ചതുകൊണ്ട് എല്ലാം എളുപ്പമാണ്. അപ്പോൾ വേഗം തന്നെ എനിക്ക് മീൻ കറി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കിച്ചൺ വർക്ക് ഏകദേശം ഒരുവിധം കഴിഞ്ഞു. ഇനിയും പുറത്തുള്ള അല്ലറ ചില്ലറ പണികൾ മാത്രമേ ഉള്ളൂ. മകൻ ഉണർന്നപ്പോൾ തന്നെ അവനെ കുളിപ്പിച്ച് ഫുഡ് കൊടുത്ത് റെഡിയാക്കിയത് കൊണ്ട് അവൻ്റെ കാര്യങ്ങളോട്ട് എനിക്ക് പിന്നെ നോക്കേണ്ടി വന്നില്ല. അവൻ അവിടെ നിന്ന് ടി വി കാണലോ കളിക്കലൊക്കെ ആയിട്ട് അവിടെ ഇരുന്നോളൂ. ചൂരക്കറി ഇവിടെ മുളകിട്ട് വെക്കണതാണ് ഏട്ടനും മകനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാനും ചൂര മുളകിട്ട് തന്നെ വെക്കാറുള്ളത്, വേറെ രീതിയിലൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഞാൻ അത്ര വലിയ കുക്കൊന്നും അല്ല കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുക്കിങ്ങിലോട്ട് ഇറങ്ങിയത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമെന്ന് പറയാനും പറ്റില്ല, മകനൊരു 3 വയസ്സൊക്കെ അതിന് ശേഷമാണ് ഞാൻ കുക്കിങ് ചെയ്യാൻ തുടങ്ങിയതും. ഇപ്പോൾ ആദ്യമൊക്കെ വെക്കുന്നത് ഭയങ്കര എന്താ പറയുക, പാളിച്ചകളായിരുന്നു. ഇപ്പം അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് ഞാൻ വെക്കുന്ന കറികൾ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തക്ക രീതിയിലെത്തി. എനിക്കിഷ്ടം എൻ്റെ അമ്മ വെക്കുന്ന കറികളും എൻ്റെ അമ്മമ്മ വെക്കുന്ന കറികളുമാണ് കേട്ടോ. അവർ വെക്കുന്ന കറിക്കൊക്കെ ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഞാൻ വീട്ടിൽ പോയി ഞാൻ കുക്കിങ്ങൊന്നും ചെയ്യാറില്ല, ഇവിടെ മാത്രമേ ഞാൻ കുക്കിംഗ് ചെയ്യാറുള്ളൂ. ഇങ്ങനെ എൻ്റെ അടുക്കളപ്പണികളൊക്കെ ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി ഇവിടെ ചെറിയൊരു ക്ലീൻ ചെയ്തിടൽ മാത്രമേ ഉള്ളായിരുന്നു, ബാക്കിയൊക്കെ എൻ്റെ കഴിഞ്ഞു. അങ്ങനെ ചോറുണ്ടിട്ട് അപ്പോഴേക്കും ഉച്ചയായിട്ടോ. അപ്പോഴേക്കും ചോറുണ്ടിട്ട് ഇറങ്ങാം എന്നൊരു ധാരണയിലെത്തി. കാരണം അല്ലെങ്കിൽ പിന്നെ ഇനിയും വരുമ്പോഴേക്കും ഒത്തിരി വൈകും. അങ്ങനെ ചോറുണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളുള്ളത് പാലക്കാടാണ് കേട്ടോ. പാലക്കാടിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം എല്ലായിടും ഫേമസ് ആയിട്ടുള്ള കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊക്കെയാണ് കേട്ടോ കൊല്ലങ്കോടിൻ്റെയൊക്കെ ആ ഒരു ഭംഗി. ഇത് മലനിരകളാണ് കേട്ടോ. ഇവിടെ ഫുള്ള് മലകളാണ്. നെല്ലിയാമ്പതി മലനിരകൾ, പോത്തുണ്ടി, പിന്നെ സീതാർകുണ്ട്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ഫുള്ള് പച്ചപ്പും. ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. ഇപ്പം എല്ലായിടവും ഇങ്ങനെ വരണ്ടുണങ്ങി കിടക്കുകയാണ്. മഴ സമയത്തും പിന്നെ കൊയ്ത്ത് സമയത്ത്, അതായത് കൊയ്യുന്നതിന് മുമ്പൊക്കെ വന്നാൽ നല്ല രസമാണ്. ഫുൾ നെൽപ്പാടങ്ങളും വെള്ളച്ചാട്ടങ്ങൾ, ഈ മലയിൽ നിന്നൊക്കെ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ കാണുന്ന അതൊക്കെ ഒരു ആംബിയൻസൊക്കെ അടിപൊളിയാണ് കേട്ടോ. ചൂട് സമയത്ത് വന്നാൽ അടിപൊളി ചൂടായിരിക്കും, നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത ചൂടാണുള്ളത്. അങ്ങനെ ഞാൻ മകൻ്റെ സ്കൂളിലെത്തി. പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല. മോൻ്റെ സ്കൂളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അവിടെ ഇതേപോലെ മലനിരകളും ഒക്കെ ഉണ്ട്. മഴയൊക്കെ ഉള്ളപ്പോൾ നല്ല രസമാണ് കാണാൻ. അവൻ്റെ സ്കൂളിൽ ഞാൻ അധികം വീഡിയോസ് എടുത്തില്ല കേട്ടോ. കാരണം അവിടെ ടീച്ചേഴ്സും പിന്നെ മറ്റ് സ്റ്റുഡൻസിൻ്റെ അമ്മയൊക്കെ കണ്ട് അങ്ങനെ ഞാൻ സംസാരിച്ച് നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി. ഇത് ഞങ്ങളിപ്പോൾ സാധനം വാങ്ങാൻ വരുന്ന കടയാണ്. കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങണമായിരുന്നു കേട്ടോ. അതും വാങ്ങിയിട്ട് പിന്നെ സ്കൂളിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അധികമൊന്നും വാങ്ങേണ്ട, കഴിഞ്ഞ വട്ടത്തെ സാധനങ്ങളൊക്കെ ബാഗൊക്കെ ഉണ്ട്. എന്നാലും സ്കൂൾ തുറക്കല്ലേ എന്ന് കരുതിയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങാനായിട്ട് അവിടെ തന്നെയുള്ളൊരു വേറൊരു ഷോപ്പിൽ ഞങ്ങൾ കയറി. അതാകുമ്പോൾ എല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടുമായിരുന്നു. ബാഗൊന്നും എടുത്തില്ല കേട്ടോ. ബാഗ് ഞാൻ കഴിഞ്ഞ വർഷം പകുതിയായപ്പോഴാണ് ബാഗ് വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ബിരിയാണി കഴിച്ചിട്ട് പോകാമെന്ന് കരുതി
അവിടെ തന്നെ അടുത്തൊരു ഷോപ്പുണ്ടായിരുന്നു, കുഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ, നല്ല ഫുഡാണ് അവിടുത്തെ. ഇതെന്തോ മലപ്പുറം കല്യാണ ബിരിയാണിയും പിന്നെ റാവുത്തർ ബിരിയാണി അങ്ങനെ എന്താണ്. ഞാനും മകനും മലപ്പുറം ബിരിയാണി വാങ്ങി, ഹസ്ബൻഡ് റാവുത്തറാണ് വാങ്ങിയത് കേട്ടോ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, അധികം മസാലാസൊന്നും ഇല്ലാത്ത നല്ല ബിരിയാണിയായിരുന്നു. അതും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്, ഞാൻ വീണ്ടും പറയണം. എപ്പോഴും നിങ്ങളെന്താ ചൂട് ചൂട് പറയുന്നത് ആലോചിക്കേണ്ട, നല്ല ചൂടാണ്. എനിക്കൊന്നും ഇവിടെ ചൂട് സമയമൊക്കെ ആകുമ്പം ഏകദേശം 40 ഡിഗ്രിക്ക് എബോവൊക്കെ ചൂട് വരും കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ പാലക്കാടിൻ്റെ ഹരിതഭംഗിയൊക്കെ ആസ്വദിച്ച് വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീടെത്തി. ഇത് സ്കൂളിൽ നിന്ന് വാങ്ങിയ ടെസ്റ്റുകളാണ്. സ്കൂളിൽ നിന്ന് ടെസ്റ്റും യൂണിഫോം, ഡയറി, അങ്ങനെ കുറച്ച് നോട്ട് ബുക്കും കിട്ടുമായിരുന്നു. പക്ഷേ ഈ വട്ടം നോട്ട് ബുക്ക് ഞാൻ സ്കൂളിൽ നിന്ന് വാങ്ങിയില്ല. ഞാൻ പുറത്ത് ഷോപ്പിൽ നിന്നാണ് കേട്ടോ നോട്ട് ബുക്ക് വാങ്ങിയത്. അങ്ങനെ എല്ലാ സാധനവും കൊണ്ട് ഞാൻ ഇനിയും ബുക്ക് പൊതിയാനായിട്ട് ഇരിക്കുകയാണ്. അതപ്പോൾ ഞാൻ വീണ്ടും ഇതിനായിട്ട് തന്നെ വന്ന് കുറച്ച് കഴിഞ്ഞ് ഇരുന്നു ഇതിൽ. എന്നാലേ ഒരു വിധമൊക്കെ കഴിയുള്ളൂ. ഇതൊക്കെ വാങ്ങി വാട്ടർ ബോട്ടിൽ, സോക്സ്, ലഞ്ച് ബോക്സ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ പെൻസിലും കട്ടർ, റബ്ബർ അതൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായ കൂടെ കൂട്ടണം കേട്ടോ. ബൈ.